ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് നമ്മുടെ ജില്ലയിലെ മുഴുവൻ ചാനലുകാരെയും വിളിച്ച് ഈ ജോസ് മരിക്കാനുണ്ടായ സാഹചര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ നിങ്ങളവിടെ നിൽക്കുമ്പോൾ ഞാനൊന്നും പ്രതികരിക്കാതെ കൊണ്ട് കടന്നു വന്നത് വളരെയേറെ ഹൃദയഭേദകമായ ഒരു സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ആ ജോസിൻ്റെ മരണം വാസ്തവത്തിൽ ആർക്കും വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അത് കണ്ടതിന് ശേഷം തിരിച്ചു കഴിയുമ്പോൾ ഞാൻ പിന്നെ ഒരു അഭിപ്രായങ്ങളൊന്നും പറയണ്ട എന്നാണ് ഞാൻ കരുതിയത്. കോൺഗ്രസ്സുകാരാണോ ആരാണോ തീരുമാനിക്കേണ്ടത് പോലീസാണ്. പോലീസ് ഈ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അതിനോടൊപ്പം തന്നെ ഒരു മരണക്കുറിപ്പും അദ്ദേഹം അവസാനം എഴുതി വച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ കുറിപ്പും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കണ്ടെടുത്ത സാഹചര്യത്തിൽ അത് വെളിപ്പെടുത്താൻ വേണ്ടി പോലീസ് തയ്യാറാകണം. അതിലെന്തോ കള്ളക്കളി ഉണ്ടോ എന്നപ്പോൾ സംശയമുണ്ട്. തങ്കച്ചനെ 17 ദിവസം റിമാൻഡിലേക്ക് അയച്ചതാണ് പുൽപ്പള്ളി പോലീസ്. സാധാരണഗതിയിൽ കേസ് ഉണ്ടായി, അതിനെ സംബന്ധിച്ചൊന്ന് അന്വേഷിച്ച് ആ അന്വേഷണം റിപ്പോർട്ടോടു കൂടിയാണ് കോടതിയിലേക്ക് അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് മുമ്പിൽ കൊണ്ട് അതിലാക്കി റിമാൻഡ് ചെയ്യണമെങ്കിൽ റിമാൻഡ് ചെയ്യും, ജാമ്യം കൊടുക്കാമെങ്കിൽ ജാമ്യം കൊടുക്കും. അപ്പോൾ അതിലൊക്കെ നടന്നത് എന്തോ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ദുഷ്ടലാക്കോടുള്ള ഒരു സമീപനം പ്രവർത്തനം ഇക്കാര്യത്തിലൊക്കെ ഉണ്ടാകുന്നു എന്ന് തോന്നുന്നു. ഞാനിത്തരം കാര്യങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളൊന്നുമല്ല. 10-55 കൊല്ലമായി ഈ രാഷ്ട്രീയ രംഗത്ത് വയനാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ചില മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, കോൺഗ്രസ്സിലെ പല കാരണങ്ങളുണ്ട് അതിനൊക്കെ തന്നെ. ഒരു ടിവിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ വാർത്താ മാധ്യമത്തെ സംബന്ധിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സത്യസന്ധമായ റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ അഭിപ്രായം എനിക്കുള്ള കാര്യത്തിൽ. ഇതല്ലാതെ വന്നു എന്നുള്ളത് കൊണ്ടാണ്, ഒരു പ്രയാസം മനസ്സിന് പറ്റിയത് കൊണ്ടാണ്. ഈ മുള്ളൻകൊല്ലിയിലെ കോൺഗ്രസിന്റെ വിഭാഗീയത പരിഹരിക്കുന്നത് DCC നേതൃത്വത്തിന് വീഴ്ച പറ്റിയെന്ന് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയുന്നുണ്ടല്ലോ. അതങ്ങനെ പലരും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനല്ല ഇവിടുത്തെ DCC പ്രസിഡന്റ്. അവിടെ ചുമതലപ്പെടുത്തിയ DCC ജനറൽ സെക്രട്ടറി എൻ്റെ കൂട്ടത്തിലുണ്ട്. നേരത്തെ തങ്കച്ചൻ പറഞ്ഞിരുന്നില്ലേ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞല്ലോ. കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റ് ആയിരുന്നില്ലേ? ഞാൻ പറഞ്ഞു കേൾക്കാം അങ്ങോട്ട്. തങ്കച്ചൻ കോൺഗ്രസ് പ്രസിഡന്റ് വാർഡ് പ്രസിഡന്റ് ആയിരുന്നില്ലേ? വിഷയമല്ല. അവിടെ തങ്കച്ചൻ വാർഡ് പ്രസിഡന്റ് ആയിരുന്നു. തങ്കച്ചൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കുത്തിരിക്കുകയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. അതൊന്നുമല്ല. നിങ്ങൾക്ക് വേറെ ഉദ്ദേശമുണ്ട്, എനിക്കറിയാം. ആ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. കുറച്ച് കാലമായി നിങ്ങൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. അതിന് കാരണമുണ്ട്, എനിക്കറിയാം. ആ കാരണം ആ കാരണം ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകരാൾ നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് ആ ഹൃദയവേദന കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളോടും പറഞ്ഞല്ലേ ഞാൻ. അത് നഷ്ടപ്പെട്ടതിലേറെ ദുഃഖവും പ്രയാസവും ഞങ്ങൾക്കുണ്ട്. ഇനിയിപ്പോൾ ആ കുടുംബത്തിൻ്റെ ബാക്കിയുള്ള മുന്നോട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ടാണ്. അത് ഞാൻ വന്ന് സംസാരിക്കും. ആ കുടുംബത്തോട് സംസാരിച്ച ആ പ്രശ്നങ്ങൾ എന്തായാലും നമുക്ക് സഹായിക്കാൻ പറ്റും. 50 ലക്ഷത്തിൻ്റെ ബാധ്യത എന്തുകൊണ്ടെന്നാ പറഞ്ഞ ഒരു ബാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അത്ര ഞാൻ ചോദിച്ചിട്ടില്ല. പ്രയാസമുണ്ടെന്നൊക്കെ പറഞ്ഞു, സുഹൃത്തുക്കൾ പറഞ്ഞു, അവിടുത്തെ ആൾക്കാർ പറഞ്ഞു. ഇല്ല ഗ്രൂപ്പിൻ്റെ വഴക്കിൻ്റെ പ്രശ്നമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഈ കാര്യത്തിലൊന്നും ഒരു സംഭവം ഉണ്ടായതിനെപ്പറ്റി നിങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ. ഒരു മുള്ളക്കൊല്ലി പഞ്ചായത്തിലെ നമ്മളൊരു വികസന സെമിനാർ സംഘടിപ്പിച്ചപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നത്തെ സംബന്ധിച്ച് അതിന് ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ ഇവിടെ ഉരുത്തിരിയുന്നത് ഉണ്ടാകുന്നതൊക്കെ തന്നെ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസിലെ ചില ശക്തികളുമുണ്ട്. അതിപ്പോൾ പുറത്തു പറയില്ല. അത് നാളെ നേതൃത്വത്തിന് മുമ്പിൽ ഞാൻ പറയും. ആ കാര്യങ്ങളൊക്കെ അവിടെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഏതായിരുന്നാലും ഈ കാര്യത്തിൽ അവരെ കുടുംബത്തെ സഹായിക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എൻ്റെ സഹപ്രവർത്തകരുടെ ഉത്തരവാദിത്വം. ഇവിടെ KPCCയുടെ രാഷ്ട്രീയ സമിതി അംഗം ശ്രീമതി മുൻ മന്ത്രി കൂടിയായിട്ടുള്ള ജയലക്ഷ്മിയുണ്ട്. ഞങ്ങളൊക്കെ വന്ന് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം സമാധാനമായ അന്തരീക്ഷത്തിലൂടെ സംസാരിച്ച് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ കാര്യങ്ങൾ അവരെ സഹായിച്ച് അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇനി ആ കാര്യത്തിൽ ഇതിനെ സംബന്ധിച്ച് വേറെ ഒന്നും നമുക്ക് അതിനെപ്പറ്റി പറയാനില്ല. പോലീസ് ഒരു കാര്യം ചെയ്യട്ടെ. പോലീസിന് കിട്ടിയ ഒരു കുറിപ്പ്, മരണക്കുറിപ്പ് പോലീസിന് കിട്ടിയിട്ടുണ്ട്. ആരാ പ്രതികൾ എന്നുള്ള പോലീസ് പറയട്ടെ. എന്തിനത് മൂടി വെച്ചുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് വെറുതെ ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ പേരിൽ ഇങ്ങനെ ഓരോ ആളുകളിങ്ങനെ ദിവസവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കോൺഗ്രസ്സാണ്, ഇന്ന ആൾക്കാരാണ്, മറ്റൊരാണ്, മറിച്ചാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിന് ന്യായമുള്ള ആ കാര്യത്തിലൊക്കെ സത്യസന്ധമായിട്ട് എന്ത് കാര്യമാണെന്ന് വെച്ചാൽ പറയട്ടെ. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ്. ഞാൻ ഏറ്റു പറയുകയും ചെയ്യും. എനിക്കതിൽ യാതൊരു ഭയമില്ല ആ കാര്യത്തിൽ. ആ രൂപത്തിൽ നമുക്കൊരു മുന്നോട്ട് കൊണ്ടുപോകണം. പോലീസാണ് ശക്തമായിട്ട് കൃത്യമായിട്ട്
ഈ കാര്യത്തിൽ ആരൊക്കെയാണ് പ്രതികളെന്നുള്ളതിനെ സംബന്ധിച്ച് അവർക്ക് ആ ആത്മഹത്യാ കുറിപ്പ് കിട്ടിയ സാഹചര്യത്തിൽ അത് വെച്ചുകൊണ്ടൊരു പറയേണ്ടത്. അങ്ങനത്തെ ഒരു ഗ്രൂപ്പിൻ്റെ വൈരവ പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല. ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിപ്പം ഞാൻ പറയട്ടെ ഒരു മിനിറ്റ് കേൾക്ക്. ആ പ്രശ്നത്തിൽ അവിടുത്തെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മരവിപ്പിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് രാജേഷ് കുമാറിന് അവിടെ ചുമതല കൊടുത്തു. KPCCയുടെ മുൻ ജനറൽ സെക്രട്ടറിയും ഇപ്പോഴത്തെ ഇരിക്കൂർ MLA-മായിട്ടുള്ള അഡ്വക്കേറ്റ് സജീവ് ജോസഫ് അടക്കമുള്ള ആളുകൾ ഈ വിഷയങ്ങൾ വന്ന് പലവട്ടം സംസാരിച്ചു. നാളെ ഫൈനലായി ചർച്ച ചെയ്ത് പൂർത്തിയാക്കാൻ തീരുമാനിച്ചതാണ് ഇക്കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനിടയ്ക്കാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അടുത്ത ദിവസം നിയമസഭ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വന്നിട്ട് ആ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കും, അതൊക്കെ ചെയ്യും. ഇതിൽ ആരെയും കോൺഗ്രസ്സുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിയാറാണെന്നും അല്ല, ആരെ കുറ്റപ്പെടുത്താനല്ല ശ്രമിക്കുന്നത്. ഇത് ഞാൻ പറയാം, ഇതിന് ചുമതലപ്പെട്ട ആളാണ് അദ്ദേഹം പറയട്ടെ എന്താ കാര്യങ്ങൾ ഇവിടുത്തെ. അല്ല, നിങ്ങൾ പറയട്ടെ കാര്യങ്ങൾ. അത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയാൽ ബന്ധപ്പെട്ടിട്ടില്ല. അത് KPCC നേരിട്ട് ആൾക്കാരിലൊക്കെ ബന്ധപ്പെട്ടത്. അത് KPCCയുടെ ഭാരവാഹികളോട് നിങ്ങൾ ചോദിക്കണം, എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല.